SFI അന്വേഷണത്തിൽ വീണ വിജയന് പൂർണ്ണ പിന്തുണയുമായി CPIM. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. വീണക്കെതിരായ കേസ് രാഷ്ട്രീയ അജണ്ടയെന്നും കേസ് നിലനിൽക്കില്ലെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. SFI ഇങ്ങനെ ഒരു നാടകം നടത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്, ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് അനുവദിക്കാൻ പാടില്ല എന്ന നിയമപരമായ ഭരണഘടനാപരമായ തടസ്സവാദത്തെ തള്ളിക്കളയാത്തിടത്തോളം കാലം ഇങ്ങനെയൊരു കേസ് നിലനിൽക്കുന്നതല്ല എന്ന് സാമാന്യ നിയമ പരിജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാം. വിശദമായ വാദം കേൾക്കുന്നതിന് മുമ്പ് SFI എന്തടിസ്ഥാനത്തിലാണ് ഇമാതിരി ഒരു നിലപാടുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ല. കോടതിയുടെ പരാമർശത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിനെതിരായ നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ബിനോയിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബിനോയ്, ഈ ഒരു അന്വേഷണം തുടങ്ങിയ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി ഈ വീണ വിജയനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ ഒരു പിന്തുണ ഇപ്പോഴും തുടരുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. 2024 ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്നതും അവർ പിന്നീട് നിയമ ഉപദേശം തേടുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നതും. ഈ വീണ വിജയനെ ചോദ്യം ചെയ്യും എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴേക്കും തന്നെ കൃത്യമായ ഇടപെടൽ CPIMൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് തന്നെ അവരൊരു പ്രതിരോധ കോട്ട തീർക്കുകയായിരുന്നു. വീണ ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നതിനപ്പുറം ഈ മറ്റൊരു ഇടപാടും അവർക്ക് ഇല്ല. അത് മുഖ്യമന്ത്രി ഇതിനൊന്നും ഇടപെട്ടിട്ടില്ല എന്ന തരത്തിൽ അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ കുറ്റപത്രം എത്തിയതോടുകൂടി തന്നെ മൊത്തത്തിൽ എല്ലാ CPIM നേതാക്കന്മാരും ഒരുമിച്ച് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം KN ബാലഗോപാൽ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ നാടകമാണ്, പാർട്ടിക്കെതിരെ നടത്തുന്ന ഒരു നീക്കം ആണ് എന്നുള്ള തരത്തിൽ പറയപ്പെടുന്നു. അതേസമയം ഒരു പടി കൂടി മുന്നോട്ട് എത്തിച്ചുകൊണ്ടാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇതിന് പിന്നിൽ ചില നീക്കങ്ങളുണ്ട്, ഈ കേസ് നിലനിൽക്കില്ല. അത് കണ്ട് ഈ കോടതി പോലും ഇടപെട്ടിരിക്കുന്ന ഒരു കേസിൽ SFI നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിന് നിലനിൽപ്പില്ല എന്ന തരത്തിലേക്ക്, മാത്രമല്ല എന്തു വിലകൊടുത്തും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വല്ലാതെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കുള്ളൊരു നീക്കം എന്ന തരത്തിലൊക്കെയാണ് MP ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും CPIMൻ്റെ എല്ലാ നേതാക്കന്മാരും മുഖ്യമന്ത്രിക്ക് വേണ്ടി വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധ കോട്ട തന്നെയാണ് ഇപ്പോൾ തീർക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും കേസിൻ്റെ നാൾവഴികളിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെയ്യാത്ത ജോലിക്ക് അല്ലെങ്കിൽ നൽകാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് SFIയുടെ കണ്ടെത്തൽ. അതായത് കമ്പനി ആക്ട് അല്ലെങ്കിൽ കമ്പനി നിയമം 2013 അനുസരിച്ച് 447 എന്നാണ് സെക്ഷൻ്റെ ഈ പറയുന്നത്. ഇങ്ങനെ നമ്മൾ പ്രതിഫലം കൈപ്പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായി നീങ്ങുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ സീരിയസ് ഫ്രോഡ് ഓഫീസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഏജൻസികൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ ഇതൊരു കള്ളപ്പണ കേസിന് തുല്യമായ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ്. ഒപ്പം സ്വീകരിച്ച അല്ലെങ്കിൽ കൈപ്പറ്റിയ തുകയുടെ 3 ഇരട്ടി വരെ തിരിച്ചടയ്ക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇനി ഈ ഇത്രയും കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് ഇനി എന്തൊക്കെയാണ് അടുത്ത നീക്കങ്ങൾ എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. പ്രത്യേകിച്ചും ഇത് അടുത്ത അന്വേഷണ ഘട്ടങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നു. പ്രോസിക്യൂഷന് കേന്ദ്ര കമ്പനി കാര്യാലയം അനുമതി നൽകിയത് തന്നെ കൃത്യമായും നിയമ ഉപദേശം കിട്ടിയതിനു ശേഷമാണ്. മാത്രവുമല്ല ഡൽഹി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് വാദം കേട്ടിരുന്നു. കാരണം ഇതിൻ്റെ തുടർ വിചാരണ ഉൾപ്പെടെയുള്ള നടപടികൾ തൽക്കാലം നിർത്തിവെക്കണം എന്നുള്ള തരത്തിലായിരുന്നു അന്ന് കോടതിയിൽ വാദം കേട്ടിരുന്നത്. എന്നാൽ ആ ജഡ്ജി മാറിയതിനെ തുടർന്ന് പിന്നീട് കേസ് ആദ്യം മുതൽ വാദം കേൾക്കണം എന്ന് പുതിയ ജഡ്ജി ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് എന്നാൽ SFIക്ക് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സമില്ല എന്നും അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പാർട്ടി ഉന്നയിക്കുന്ന തടസ്സവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് അന്വേഷണ ഏജൻസി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അവരവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഇത് കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്
പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിചാരണ ഘട്ടങ്ങളിലേക്ക് എത്തും. ഇതിൽ വീണ മാത്രമല്ല ഉള്ളത് പ്രതിയായിട്ട് വരുന്നത്. CMRLൻ്റെ മുഖ്യ ആളായ MT ആയ കർത്ത ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിൽ മറ്റൊരു ഇടപാട് കൂടി വരുന്നുണ്ട്. ഒരു 182 കോടി രൂപയുടെ മറ്റൊരു കള്ളപ്പണ ഇടപാടുകൾ കൂടി വരുന്നുണ്ട്. അതിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം SFIO നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും പാർട്ടിയുടെ ഒരു വലിയ സമ്മേളനം, പ്രത്യേകിച്ചും പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന ഒരു സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്. 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിൽ തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ, പ്രത്യേകിച്ചും സംസ്ഥാന മുഖ്യമന്ത്രിയാണ് എല്ലാവരും വളരെ ശ്രദ്ധയോട് നോക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അത്രയധികം ജനസമ്മതിയുള്ള ഒരാൾ എന്ന് തന്നെയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഇത്തരത്തിൽ ഒരു കുറ്റപത്രം വരുമ്പോഴേക്കും അതിൽ മേലുണ്ടാകുന്ന ചർച്ചകൾ ചെറുതായിരിക്കത്തില്ല. കാരണം പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ വലിയ തരത്തിൽ ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നു. ഇന്നലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് രാജി ആവശ്യപ്പെടുന്നു. ഒപ്പം വിവിധ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ മാർച്ചും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കൂടി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ചൂടുപിടിച്ച് മുന്നോട്ട് പോകും. കാളിദാസ്. ശരി, D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.